ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. എല്ലാവർക്കും അറിയാവുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 2 കപ്പ് പച്ചരി കൊണ്ടാണ് ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. പച്ചരി ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് 3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരിയുടെ കൂടെ നമുക്കിതിലേക്ക് 8 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടുതൽ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ശർക്കര പാനി ചേർക്കുന്ന സമയത്ത് മാവിൽ വെള്ളം കൂടിപ്പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ തേങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ജാറിലേക്ക് തന്നെ ഒരു 5 ചെറുപഴം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. പഴം നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ചു വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കണം. ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ട് ഞാനൊരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ 9 മീഡിയം വലിപ്പത്തിലുള്ള ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതെല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നെയ്യിലാണ് തേങ്ങ മൂപ്പിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. 1/2 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. ഉഴുന്നുദോശ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ് ഉണ്ണിയപ്പത്തിലേക്കും വേണ്ടത്. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഓരോന്നിലും മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 3/4 ഭാഗം വരെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു സൈഡായി വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവുന്നവരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം.
ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.